കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ക്ലച്ചില്ലാണ്ട് വണ്ടി ഓട്ടിക്കണം കേട്ടോ. ക്ലച്ച് അവൾ പൊട്ടിപ്പോയി. വണ്ടി എസ്റ്റിലാണ്, അത് സിറ്റിക്കകത്തോടെയാണ് പോണത്. ഇതൊക്കെ ഒരു ത്രില്ല്. ക്ലച്ചില്ലാണ്ട് ഓട്ടോമാറ്റിക് ഓട്ടിങ് കണക്ക് ഒരു ഗിയർ ഇട്ടോണ്ട് പോവുകയാണ് കേട്ടോ. ടാസ്ക് ആണ് സിറ്റിക്കകത്ത്. എന്നാലും എന്ത് ചെയ്യാൻ, ജോലിയായി പോയില്ലേ. നമ്മളവിടെ ഇടിച്ച് ഓഫ് ചെയ്യും. കാണുന്നിടത്തെല്ലാം സിഗ്നലാണ്. എന്ത് ചെയ്യേ, ജസ്റ്റ് ഹസാർഡ് ഇട്ട് പോവാണ്. 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സ്ലോയിൽ പോവുകയാണ്. അതാ എടുത്ത് ചാടി പൊട്ടങ്ങി. പിന്നെ ഒരു കംപ്ലൈൻറ്റ് വരും കേട്ടോ, ക്ലച്ച് നമ്മൾ ഓവറായിട്ട് സ്പീഡിൽ പോകാനും പാടില്ല. അതുപോലെ തന്നെ വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും. എങ്ങനെയെന്ന് വെച്ചാൽ ഗിയർ ബോക്സിനകത്ത്. പിന്നെ നമ്മളെ ഷോപ്പ് അടുത്തായതുകൊണ്ടും പിന്നെ കെട്ടി വലിക്കാൻ ടോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കൊണ്ടിടുകയാണ് വണ്ടി. സൺഡേ ആയതുകൊണ്ടാണേ. ഇതിൻ്റെ ക്ലച്ചുകൾ പൊട്ടിപ്പോയത് തുരുമ്പായിട്ട് അവർക്ക് കസ്റ്റമർ ചോദിച്ചപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓട്ടിച്ച് ഇങ്ങനെ ആയതാണ്. അപ്പോഴേ മാറിയിരുന്നെങ്കിൽ ഇത്ര ടാസ്ക് വരില്ലായിരുന്നു. നല്ലൊരു സുഖമുണ്ട് വണ്ടി ഓട്ടിക്കുമ്പോൾ. ഈ കമ്പാനൂർ കയറുമ്പോൾ എന്താവുമെന്ന് അറിയില്ല ഈ അവസ്ഥ. എന്നാലും സൺഡേ ആയതുകൊണ്ട് വലിയ ബ്ലോക്കില്ല, നല്ല സ്പീഡിൽ പോകാനും പറ്റുന്നുണ്ട് സെക്കൻഡ് ഗിയറിൽ. അപ്പോൾ ബൈ, നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് കാണാം. ഒരുപാട് ക്യാമറ ഉണ്ട്, കാണുന്നിടത്തെല്ലാം ക്യാമറ. ടാസ്ക് എന്ന് പറയുന്നത് സിഗ്നൽ വന്നാൽ നമ്മൾ സ്ലോയിൽ പോകുമ്പോൾ സിഗ്നൽ ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് ആഡ് ചെയ്യാം. എൻ്റെ പൊന്നെ, അതിൽ നിന്നും ടാസ്ക്. കാണുന്നതെല്ലാം പാതാളമാണ് ഗായ്സ്. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല, 40 പോകാൻ പറ്റുള്ളൂ. അത് ക്ലച്ചില്ലാത്ത വണ്ടിയാണ്. എന്നാൽ ബ്രേക്കിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തി കിടക്കാനുണ്ട്. ഹാൻഡ് ബ്രേക്ക് താത്തിട്ടും കത്തി കിടപ്പുണ്ട്. ഇനി കസ്റ്റമർ പറയും ക്ലച്ചാണ് കംപ്ലൈൻറ്റ്, ബ്രേക്കല്ലെന്ന്. എന്നാൽ ഇവിടെ ഇത് ക്ലച്ച് ശരി ചെയ്ത് പോകുമ്പോൾ ബ്രേക്കാണ് കംപ്ലൈൻറ്റ് എന്ന് പറയും. അതുകൊണ്ട് ബ്രേക്ക് എന്താണെന്ന് നോക്കണം. സ്വിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂഡായിരിക്കും. ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ബ്രേക്കും ഇല്ല, ക്ലച്ചില്ലാതെയാണെങ്കിൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ബ്രേക്കില്ലാത്ത വണ്ടിയാണെങ്കിൽ ക്ലച്ച് ഉണ്ടെങ്കിൽ ഓട്ടിക്കാൻ പറ്റും. ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വണ്ടി ഓട്ടിക്കണവർ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. നമ്മളെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് 100 മീറ്റർ. നമ്മൾ വന്ന ഗിയർ സെക്കൻഡാണ്. ഫസ്റ്റിലും വരാം. ഫസ്റ്റിലാണെങ്കിൽ ഓക്കെയാണ്, സിറ്റിക്കകത്ത് ഏറ്റവും ബെറ്റർ ഫസ്റ്റാണ്. എന്നാൽ ഫസ്റ്റ് പറഞ്ഞെങ്കിൽ ഇത്ര സ്പീഡിലൊന്നും വരാൻ പറ്റും, പയ്യെ വരാൻ പറ്റും. ഇത് 40 നമുക്ക് വരാൻ പറ്റും. അങ്ങനെ കാറ്റോൻ്റെ ഷോപ്പ് എത്തി ഗൈസ്.